ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് കലാസന്ധ്യയും ഒരുക്കിയിരുന്നു. സമാപനവും സമ്മാന വിതരണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ ഉദ്ഘാടനം ചെയ്തു. കേരളശ്ശേരി പഞ്ചായത്ത് ടീമായി പോയിക്കൊണ്ട് കഴിഞ്ഞ തവണത്തെ ട്രോഫി പഞ്ചായത്തിന് വലിയ ട്രോഫിയാണ്. കാരണം നമുക്ക് അലമാരിക്കുള്ളിൽ അത്ര വലിയ ട്രോഫി ബ്ലോക്കായിട്ട് തന്നിരിക്കുന്നത്. ആ ട്രോഫി നമുക്ക് നേടുന്ന കേരളശ്ശേരിയിലെ ഫുട്ബോൾ താരങ്ങൾ. തീർച്ചയായും ഇനിയുള്ള വർഷങ്ങളിൽ ഈ വർഷങ്ങളിൽ അതിൽ പോയി ജേതാവി വരട്ടെ. തീർച്ചയായും നമുക്ക് ഈ മാസം ലാസ്റ്റാണ് നമ്മുടെ ബ്ലോക്കിന്റെ കായിക മത്സരങ്ങൾ മുട്ടുകൊള്ളവരൊക്കെയാണ്. ഡേറ്റുകളും മറ്റും നമ്മൾ അറിയിക്കും. തീർച്ചയായും നമ്മൾ വിജയികൾ ചെയ്യേണ്ടത് യഥാസമയം എൻട്രി ഫെബ്രുവരി ബന്ധപ്പെട്ട എൻട്രി പൂർത്തീകരിക്കുക. നിങ്ങളുടെ പ്രൂഫുകൾ യഥാസമയം പഞ്ചായത്തിൽ എത്തിക്കുക. ഇനിയുള്ള മത്സരം നമുക്ക് ഇത് കഴിഞ്ഞ് നമ്മൾ കുറേ കലാകായിക മത്സരങ്ങൾ നമുക്കറിയാം. നമ്മുടെ പഞ്ചായത്തിൽ കായിക മത്സരങ്ങൾ മാത്രമേ നടക്കുള്ളൂ. കലാമത്സരങ്ങൾ ഓരോന്ന് എൻട്രി വരുന്നതുകൊണ്ട് നമ്മൾ സമാപന സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അതിന് നമുക്ക് എല്ലാവർക്കും അറിയാം 40 വയസ്സ് കഴിഞ്ഞവർക്കാർക്കും ബ്ലോക്കിലേക്ക് എൻട്രി ഇല്ല. നമ്മുടെ പഞ്ചായത്തിൽ എന്താ ചെയ്യുക, ഒരു പ്രായപരിധി വെക്കാതെ നമ്മുടെ പഞ്ചായത്തിലെ കലാകായിക പ്രേമികൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ളൊരു വേദിയാണ് കേരളോത്സവം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. 2018 സന്തോഷ് ട്രോഫി ജേതാവ് മുഹമ്മദ് പാറക്കോട്ടിൽ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ, മുഹമ്മദ് പാറക്കോട്ടിൽ എന്നിവർ ചേർന്ന് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഒ.കെ. രാമചന്ദ്രൻ, ബി. ഷാജിദ, എം. രമ, ബ്ലോക്ക് അംഗങ്ങളായ എ. രജനി, ബി. നന്ദിനി എന്നിവർ സംസാരിച്ചു. കെ. എ. ബാലസുബ്രഹ്മണ്യൻ സ്വാഗതവും ടി. സഞ്ജന നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 5 വരെയാണ് കേരളോത്സവം നടന്നത്. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.